കാസർഗോഡേക്കാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് ഡിവൈഎസ്പി ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരന് ഗുരുതര പരിക്ക്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ജീവനക്കാരൻ ബാവിക്കര സ്വദേശി ബാബുരാജിനാണ് പരിക്കേറ്റത്. ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു വിവരങ്ങളുമായി. ജോസഫ്, എന്താണ് അപകടത്തിന്റെ പശ്ചാത്തലം? എങ്ങനെയാണ് അപകടമുണ്ടായത്? എപ്പോഴത്തേക്കാണ് ഉണ്ടായത്? ആരോഗ്യനില സംബന്ധിച്ച് എങ്ങനെയാണ് വിവരങ്ങൾ? കാളിദാസ്, ഉച്ചയ്ക്ക് ശേഷമാണ് ഈ അപകടമുണ്ടായത്. മംഗലാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന രണ്ട് വാഹനങ്ങൾ തമ്മിലാണ് ഈ അപകടം നടന്നത്. ഈ ലോറിയെ ഇടതുവശത്തുകൂടി മറികടക്കുകയായിരുന്ന സ്കൂട്ടർ ഇടിച്ചാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഡിവൈഎസ്പി ഓഫീസിലെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിലെ പാർട്ട് ടൈം ജീവനക്കാരനായ ബാവിക്കരയിലെ ബാബുരാജിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇയാളുടെ കാല് അറ്റുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഇയാളെ പുറത്തെത്തിക്കാൻ സാധിച്ചത്. എന്തായാലും ഇയാൾ ഡിവൈഎസ്പി ഓഫീസിലെ ഒരു താൽക്കാലിക ജീവനക്കാരാണ്. ജോലി ആവശ്യങ്ങളുടെ ഭാഗമായി പോകുമ്പോഴാണ് ഇത്തരത്തിൽ അപകടം നടന്നത്. എന്തായാലും ഇയാളെ ചെങ്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇയാളുടെ നില ഇപ്പോൾ കാല് ഗുരുതരമായി പറ്റുപോയിട്ടുണ്ട്. അത് തുന്നിച്ചേർക്കുന്ന അടക്കമുള്ള ശസ്ത്രക്രിയകളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. എന്തായാലും ഉച്ചയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. അതായത് MG റോഡിൽ നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് ദേശീയപാതയിലേക്ക് കടക്കുന്നതിനിടെ ഒരു വളവാണ്. ആ വളവിൽ ഇടത് ഭാഗത്തുകൂടി പോവുകയായിരുന്ന സ്കൂട്ടറാണ് ഇത്തരത്തിൽ ഈ അപകടത്തിൽപ്പെട്ടത്. ഡിവൈഎസ്പി ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനായിട്ടുള്ള ഭാവിക്കരയിലെ ബാബുരാജിനാണ് ഈ കാൽ നഷ്ടമായത്. എന്തായാലും ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി പുതിയ സംവിധാനം, അതായത് എയർ ബാഗ് സംവിധാനം ഉപയോഗപ്പെടുത്തി ഇയാളെ ഇവിടുന്ന് പുറത്തെത്തിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇയാളുടെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലറ്റുപോയിട്ടുണ്ട്. പ്രാഥമിക ശസ്ത്രക്രിയ എല്ലാം ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. കാസർഗോഡ് ചെങ്കളയിലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത്. കാളിദാസ്. ശരി, കാസർഗോഡ് നിന്ന് ജോസഫ് അഗസ്റ്റിനാണ് അപകട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.